സമരഭൂമി എന്ന് പറഞ്ഞാൽ 300 ഏക്കർ ഭൂമിയിൽ ഏത് ജാതിയാണ് ജീവിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ഓരോ ജാതിയും ഓരോ സ്ഥലത്ത് ഞങ്ങൾ താമസിക്കും. ഞാനിപ്പോൾ ഉള്ളത് വയനാട്ടിൽ പിന്നെ പരപ്പനങ്ങാടി എന്ന സ്ഥലത്താണുള്ളത്. എൻ്റെ കൂടെ നമ്മൾ അശ്വതി ചേച്ചി 3 മക്കളുണ്ട് അല്ലേ? ഇപ്പോൾ 2 ആളെ കൂടെ ഉള്ളൂ. വിഘ്നേശ്വര അല്ലേ മോൻ്റെ പേര്? അഭിഷേക്. എത്ര ക്ലാസ്സിലാണ് പഠിക്കണത്? 5ാം ക്ലാസ്സിൽ. അപ്പോൾ നമ്മൾ ഇവിടെ വീട്ടിൽ ഇന്നലെ നിങ്ങളൊരു ഇതിന് മുന്നേ വീഡിയോ കണ്ടു അല്ലേ? സൈക്കിൾ കൊടുത്ത മക്കൾക്ക് നമ്മളൊരു സ്നേഹിതൻ സമ്മാനിച്ചതാണ്. അപ്പോൾ ഞാൻ പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ വീടൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. ഒരുപാട് വീടുകളുണ്ട് ചുറ്റുവട്ടത്ത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു സോളാർ ലൈറ്റ് കിട്ടി. ഹാരിസ് താലി ഒരു സോളാർ ലൈറ്റ് വെച്ച് കൊടുത്തു. അപ്പോൾ ഇവരൊന്നും ലൈറ്റ് കറണ്ട് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ സർക്കാരിനെ മറ്റൊന്നും ആരും പഴിച്ചാരിയിട്ട് പറയല്ല, പക്ഷെ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഈ സോളാറിൻ്റെ കമ്പനികളോ അല്ലെങ്കിൽ മറ്റു നടത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ചെറിയൊരു പാനൽ വെച്ച് കൊടുത്തിട്ട് 1-2 ബൾബ് കത്തിക്കാനൊക്കെ മക്കൾക്ക് പഠിക്കാനില്ലേ? നമുക്ക് എന്താ വേണ്ടി ഒന്ന് ഏട്ടന്മാരോട് പറഞ്ഞേ. മക്കൾക്കൊക്കെ പറയാൻ മടിയുണ്ട്. പിന്നെ ജോലി എന്ത് ചെയ്യണ്ടോ ചോദിച്ചില്ലല്ലോ? ഇല്ല. പിന്നെ ഏട്ടൻ ജോലിക്ക് പോവോ? കൂലിപ്പണിക്ക് പോവും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ വീഡിയോ കാണുന്നവർ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ സഹായിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് 1-2-3 പേരായിട്ട് ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഉണ്ടോ? ഗൂഗിൾ പേ ഒക്കെ ഉണ്ടോ? ഗൂഗിൾ പേ ഒന്നുമില്ല. നോക്കട്ടെ, നിങ്ങളെല്ലാവരും സഹകരിക്കുകയാണ്. നമുക്കൊരു വീണ്ടും വെച്ച് വന്നിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാം. നിങ്ങളൊക്കെ തരാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് സോളാർ ലൈറ്റ് 1-2 ബൾബ് ഇതിൻ്റെ ഉള്ളിൽ ഘടിപ്പിക്കാമല്ലേ? ഒരുപാട് വീടുകളുണ്ട് കേട്ടോ നമുക്ക് ഈ ഭാഗത്തൊക്കെ അല്ലേ? ഒന്നല്ല, നമ്മൾ തുടക്കമാണ്. ഞങ്ങളിങ്ങനെ വിചാരിക്കുക, കാരണം പറ്റുകയാണെങ്കിൽ നമുക്ക് ഈ ഏരിയയിലൊക്കെ ഇവർക്ക് ലൈറ്റ് സംഘടിപ്പിക്കാമല്ലേ? കറണ്ടിന്റെ കാര്യം, കറണ്ടൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണോ? ഞങ്ങൾ വന്നിട്ട് തന്നെ 3 കൊല്ലമായി. 3 കൊല്ലത്തിൽ എന്തെങ്കിലും ഒരു ഉപകാര ചെയ്തിട്ടുണ്ട്, ഒന്നും ചെയ്യില്ല. അപ്പൊ നിങ്ങളൊക്കെ ഇങ്ങനൊക്കെ കൊണ്ടുപോയാ എന്തെങ്കിലും പറഞ്ഞാ നിങ്ങൾ എന്തെങ്കിലും തന്നാ നമുക്ക് നന്ദി. അത്രേ നമുക്ക് പറയാൻ പറ്റും. പ്രേക്ഷകരൊക്കെ ആയിട്ടുള്ള ആളുകൾ കാണുന്നുണ്ടോ? നമ്മള് ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടോ പറഞ്ഞു കറണ്ടിന്റെ കാര്യം റെഡിയാക്കി കൊടുക്കാം. ഈ കറണ്ട് കിട്ടാത്തതിന്റെ കാരണം എന്താണ്? കറണ്ട് കിട്ടാത്തത് കാരണം എന്താണെന്ന് ഈ സ്ഥലം അളന്ന് കിട്ടണം. പിന്നെ നമ്മുടെ കൈവശരേഖ ഉണ്ടാവണം. അതുണ്ടായാൽ മാത്രമേ. നമ്മള് വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ കണ്ടപ്പോഴാണ് ഒരുപാട് ആളുകൾ. മോളെന്താ പഠിക്കുകയാണോ? എത്രയിലാ? 8ാം ക്ലാസ്സിലോ? ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾക്കൊന്നും ലൈറ്റ് ഇല്ല? ഇല്ല. ഇപ്പൊ രാത്രി ലൈറ്റിന് സംവിധാനം എന്താ? പിന്നെ ടോർച്ച് അങ്ങനെയൊക്കെ മക്കള് പഠിക്കുന്നതൊക്കെ ആ വെളിച്ചത്തിലാണ്. ചിലപ്പോൾ ആ വെളിച്ചത്തിൽ മക്കൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ചോറ് വെക്കാൻ വെളിച്ചമില്ല. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. വെള്ളമൊക്കെ കിണർന്ന് വെള്ളമൊക്കെ ഓരോ വീട്ടിൽ പോയാൽ അവര് ഞങ്ങളെ വഴക്ക് പറയും. വെള്ളം ഞങ്ങള് അവിടേക്ക് വെള്ളം കോരാൻ പോകരുത്, മക്കൾ പോയാലും ഞങ്ങൾ പോയാലും അങ്ങനെയൊക്കെ ചീത്ത കേട്ടിട്ടാണ് ഞങ്ങൾ വെള്ളം കൊണ്ടുപോകുന്നത്. അപ്പൊ നിങ്ങൾ എവിടുന്ന വെള്ളം എടുക്കണ? പഞ്ചായത്ത് കിണർ? അല്ലല്ല, അത് അടുത്ത ആൾക്കാരുണ്ടാവും. പക്ഷെ അങ്ങനെ അതല്ല ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ കറണ്ടില്ലാഞ്ഞ മോട്ടോർ വർക്ക് ചെയ്യുന്നില്ലേ? ഇല്ല. അവിടെ കറണ്ട് ഉണ്ടോ? ആ മോട്ടോർ ഇവിടെ ഇല്ല. കിണറില് സ്ഥലത്തുണ്ടോ? അവിടെ കറണ്ട് തരുമോ? നമുക്കറിയില്ല. അതല്ല, ഇനി ആരെങ്കിലും മോട്ടർ വെച്ച് തരാണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലൊക്കെ ചെറിയ ടാങ്കോ സൗകര്യം വെച്ചിട്ട് വെള്ളം വലിക്കാനുള്ള സൗകര്യം, കുടിവെള്ളം തന്നെയെങ്കിലും അല്ലേ? അത് ഞങ്ങൾ കഴിഞ്ഞ മാസം ഞങ്ങള് കൽപ്പറ്റ വരെ ഞങ്ങൾ സമരത്തിന് ഞങ്ങൾ പോകും. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കുടിവെള്ളവും ഞങ്ങളെ ബാത്റൂമും ഞങ്ങളെ ബെട്ടുമാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ട് സമരത്തിന് പോയിട്ട് ഇന്ന് വരെ അതിനൊരു വീഴ്ച ഞങ്ങൾക്കില്ല. ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ എന്താണെന്നുള്ളതും ബാക്കിയുള്ള കാര്യങ്ങളും നമുക്കറിയില്ല കേട്ടോ. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല, മനുഷ്യന്മാരാണ്. നമ്മളെപ്പോലെ ഒരു ഉമ്മാക്കും അല്ലെങ്കിൽ ഒരു ഉപ്പക്കും അല്ലെങ്കിൽ അച്ഛനമ്മക്കൊക്കെ പറന്ന് വീണതാണ്. ഇവർ ഈ ഒരു ഏരിയയിലായതുകൊണ്ട് ഇത്രയും കഷ്ടപ്പാടിൽ ജീവിക്കുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത
ഊഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതെ. കുടിവെള്ളമില്ല, കറണ്ടില്ല, മെഴുകുതിരിന്റെ വട്ടത്തിൽ ഇപ്പോഴും ജീവിക്കട്. ആ ജീവി അതും നമ്മളെ പ്രബുദ്ധ കേരളത്തില്, സാക്ഷര കേരളത്തില് ആ സ്ഥലമില്ല. അതൊക്കെ പോട്ടെ, സ്ഥലമില്ലാത്തത് കാര്യങ്ങളതുണ്ട്. എന്തുകൊണ്ടാണ് ഇതിന്റെ പിന്നാമ്പുറങ്ങൾ, ഇതിന്റെ കാരണങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ നമുക്കൊക്കെ ചെയ്യാൻ പറ്റിയത് പല തുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെ നമുക്കൊക്കെ ഒരു സോളാർ ലൈറ്റ് എല്ലാ വീട്ടിലും ചെറിയൊരു ലൈറ്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ മക്കൾക്ക് പഠിക്കാനുള്ള സൗകര്യമാവും. ഇല്ലെങ്കിൽ ഇപ്പോ എത്ര വീടുകൾ അപ്പൊ ഈ ചുറ്റുവട്ടത്തുണ്ടാവുക? ഈ എത്ര വീടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇത് എന്താ പറയാ, ഈ സമരഭൂമി എന്ന് പറഞ്ഞ 300 ഏക്കർ ഭൂമിയിൽ ഏത് ജാതിയാണ് ജീവിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ഓരോ ജാതിയും ഓരോ സ്ഥലത്ത് ഞങ്ങൾ താമസിക്കുകയാണ്. ഒരു ഭൂമിക്ക് വേണ്ടിയാണ് ഞാനിപ്പോ ഈ ഒരു വലിയ ദൗത്യത്തിരി ഏറ്റെടുക്കാനും മറ്റു ഇവിടെ വന്നപ്പോ കേട്ടപ്പോഴുള്ള സംഗതികൾ നിങ്ങളെ അറിയിക്കാണ്. പലർക്കും പല കാരണങ്ങളും പറയാനുണ്ടാവും. പക്ഷെ അതൊന്നല്ല നമ്മളെ ലക്ഷ്യം. ഞാൻ പറഞ്ഞു നമുക്കൊക്കെ പറ്റുകയാണെങ്കിൽ അല്ലേ, ഒരു മോട്ടർ അവിടെ നിന്ന് വെച്ചു കൊടുത്താൽ ഇവിടെ അവിടെ നല്ലത് അല്ലേ. ഒരു ചെറിയ മോട്ടർ, കുടിവെള്ളം, ഞങ്ങൾക്ക് ഒരു ബാത്റൂമാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ. ഓക്കെ, ബാത്റൂം തന്നെ കാടാണ്. പിന്നെ പക്ഷെ കുടിവെള്ളം തന്നെ ഇപ്പൊ കുറെ ദൂരം ഉണ്ട് ഇവിടുന്ന്. എത്ര ഉണ്ട് ഇവിടെ എന്ന് വെച്ചാല് തോടുള്ളതുണ്ട്, ഇതുപോലെ കുളം ഉള്ളതുണ്ട്. പിന്നെ അല്ല ഇപ്പൊ നമ്മളിപ്പോ അവിടെ സ്ഥലം പറഞ്ഞ സ്ഥലം എവിടെയാണ് ഇപ്പൊ? അത് ഞങ്ങൾ ഇവിടെ താഴെ അല്ലേ, കുറച്ച് അങ്ങ് പോയാൽ മതി. ഇതിലെ തന്നെ വഴി. അവിടെ മോട്ടർ വെച്ചാണ്ട് ഇവിടെ ഒടിയിൽ വെള്ളം ഒരു ടാങ്കിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എടുത്ത് കുടിച്ചോളൂ. അതിപ്പോ എല്ലാരും പിന്നെ സമ്മതിക്കുകയാണെങ്കിൽ അതുപോലെ ഒരു വെള്ളത്തിന്റെ ഒരു സംവിധാനം ഉണ്ടാക്കി തന്നാല് അത്രയും നല്ലത്. ബാത്റൂമില്ലേ, അതിന് അവിടുന്ന് കറണ്ട് കിട്ടുമെന്നുള്ളതാണ്. ചോദിക്കണം, നമ്മക്കില്ല കറണ്ട് ആരുതാണത്? അത് അവിടെ നിങ്ങളെ പോലെയുള്ള ആൾക്കാരാണ്. അല്ല ആരാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എല്ലാരും കൂടി ചെറിയ പൈസ എടുത്ത് കറണ്ട് ബില്ല് കൊടുക്കാൻ പറ്റുമോ? ഒരു 10 ഞങ്ങൾ ചെയ്യുമല്ലോ. ചെയ്യൂലേ? ഇത്രയും ഞങ്ങളുണ്ട്. അപ്പൊ 10 രൂപ കൊടുത്ത് നമുക്ക് കൊടുക്കാം. എല്ലാവരും കൊടുക്കും നമുക്ക്. ഓക്കെ, വീഡിയോ കാണുന്നവർ സന്മനസ്സുള്ള ആളുകൾ, സന്മനസ്സുള്ള ആളുകൾ, കാശിറായിട്ടുള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണം. ഞാൻ പറയാണ്, ഒരു അപേക്ഷയാണ്, അല്ലാതെ ഒരാളെയും കൽപ്പിക്കല്ല. ഇതിനെ എതിർക്കാനോ അല്ലെങ്കിൽ നെഗറ്റീവ് കമൻ്റ് ആയിട്ട് വരരുത്. നമ്മളോട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അല്ലേ, മനുഷ്യനാണ്. ജാതിയോ മതോ വർഗോ ഗോത്രോ നാടോ ഊരോ ഒന്നും നോക്കണ്ട. നമ്മളെപ്പോലെ ശ്വസിക്കുന്ന, നമ്മളെപ്പോലെ രക്തം ശരീരത്തിലുള്ള, നമ്മളെപ്പോലെ സംസാര ഭാഷയും കാര്യങ്ങളും ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരാണ് അല്ലേ. ഒരു നേരം വെള്ളം കുടിച്ചാൽ ഏത് ദൈവത്തിൻ്റെ അടുത്തു നിന്നാണെങ്കിലും, ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും ഏത് ദൈവത്തിൻ്റെ അടുത്തു നിന്നും പുണ്യം കിട്ടുമെന്നുള്ളതാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. ഈശ്വരനാണെങ്കിലും പിന്നെ പടച്ചതമ്പുരാനാണെങ്കിലും ഭഗവാനാണെങ്കിലും ഏത് ദൈവത്തിൻ്റെ അടുത്തും പുണ്യം കിട്ടും. അതുകൊണ്ട് സുമനസ്സുകളായിട്ടുള്ള ആളുകൾ സഹകരിക്കുകയാണെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക. പിന്നെ എനിക്ക് ക്യാഷ് അയക്കണം എന്നിട്ട് പറഞ്ഞത്. എല്ലാവരും സഹകരിച്ച് പറയുകയാണെങ്കിൽ സഹകരിച്ച് പറയുകയാണെങ്കിൽ ഇവരാരെ അക്കൗണ്ടിക്കോ അല്ലെങ്കിൽ നിങ്ങളാരും സഹകരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ മോട്ടോർ സൗകര്യം ചെയ്ത് കൊടുക്കാനോ ഈ സോളാർ പാനൽ എന്തെങ്കിലും വെച്ചു കൊടുത്താൽ നമുക്ക് വലിയ ഉപകാരം എന്നാണ് പറയാനുള്ളത്. ഓക്കെ 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 ഓക്കെ, താങ്ക് യു.